ഹലോ എവരിവൺ, MB ക്ലൗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MB അഡ്മിഷൻ ഇൻ കേരള ഫസ്റ്റ് കെമാറ്റ് എക്സാം മിസ്സായി. അടുത്ത കെമാറ്റ് എക്സാം എപ്പോഴാണ്? അടുത്ത കെമാറ്റ് എക്സാം എഴുതിയാൽ എനിക്ക് MB അഡ്മിഷൻ 2025 കിട്ടുമോ? നിരവധി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഈ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കെമാറ്റ് എക്സാം മിസ്സായി പോയ പലരും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത കെമാറ്റ് എക്സാമിനെ പറ്റിയുള്ള വിവരങ്ങളാണ് കൂടുതൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് കെമാറ്റ് എക്സാം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. എങ്ങനെ കെമാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, മറ്റ് സ്ട്രാറ്റജീസും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ അറിവിൽ മറ്റാരെങ്കിലൊക്കെ ഫസ്റ്റ് കെമാറ്റ് എക്സാം മിസ്സാവുകയും എങ്കിൽ കേരളത്തിലെ MBA അഡ്മിഷൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, നിങ്ങൾ MB ക്ലൗഡ് ഈസ് എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോം ഫോർ മാനേജ്മെന്റ് അല്ലെങ്കിൽ MBA റിലേറ്റഡ് കോണ്ടന്റ്. MBA എൻട്രൻസ് എക്സാം റിലേറ്റഡ് ആയ വീഡിയോസ്, പ്രിപ്പറേറ്ററി വീഡിയോസ്, MBA സബ്ജക്ട് വീഡിയോസ്, കേസ് സ്റ്റഡീസ്, ബിസിനസ് സിനാരിയോ, കറണ്ട് ബിസിനസ് സിനാരിയോ റിലേറ്റഡ് അപ്ഡേറ്റ്സുകൾ, മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നിരവധി വീഡിയോസുകൾ, നിരവധി കാറ്റഗറി വീഡിയോസുകൾ നിങ്ങൾക്ക് ചാനലിൽ കാണാൻ സാധിക്കും. സോ MB Cloud will be with you throughout your 2 years of or more than the journey in MBA program. So first thing, MBA admission in Kerala. First question, MBA admission in Kerala. നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ 3 എൻട്രൻസ് എക്സാം ആണ് കേരളത്തിൽ പെർമിറ്റ് ആയിട്ടുള്ള. ഒന്ന് CAT 2024, CMAT 2025, KMAT 2025. ഇതിൽ KMAT ഇതിന് 2 സെഷൻ നടക്കാറുണ്ട്. ഫസ്റ്റ് KMAT സെക്ഷൻ നിങ്ങൾ പലർക്കും അറിയായിരിക്കും. ഫസ്റ്റ് KMAT എക്സാം സെഷൻ കഴിഞ്ഞുപോയി. അതിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ സെക്കൻഡ് KMAT എക്സാം ആണ് നമ്മൾ പലരും വെയിറ്റ് ചെയ്യുന്നത്. CAT 2024 നവംബറിൽ നടന്ന IIMസിൻ്റെ CATO അല്ലെങ്കിൽ CMAT എക്സാമോ ഇതും 2025 നടന്നതാണ്. അത് ഫസ്റ്റ് KMAT മിസ്സായ ആൾക്കാർക്ക് ഇനി ഒരേ ഒരു ചാൻസ് 2025 MBA അഡ്മിഷൻ എടുക്കാൻ, 2025 MBA അഡ്മിഷൻ എടുക്കാൻ ഒരേ ഒരു ചാൻസ് പറയുന്നത് അടുത്തൊരു KMAT എക്സാം ആണ്. സാധാരണ എല്ലാ വർഷവും 2 KMAT എക്സാം നടത്താറുണ്ട്. അപ്പോൾ അടുത്തൊരു KMAT എക്സാം നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കുക. അതർവൈസ് നിങ്ങൾക്ക് ഒരു വർഷമാണ് കേരളത്തിൽ MBA അഡ്മിഷൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് നഷ്ടമാകുന്നത്. സോ നെക്സ്റ്റ് KMAT എക്സാമിൻ്റെ വിവരങ്ങളാണ് നിങ്ങൾ തരുന്നത്. അപ്പം ഇതിലേതെങ്കിലും ഒരു എക്സാം ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മാൻഡേറ്ററി ആണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം? നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു MBA ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുസാറ്റിനകത്ത് നമുക്കൊരു SMS സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ്, കുഫോസിലെ ഡിപ്പാർട്ട്മെൻറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി DCM, പല യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. അതുകൂടാണ്ട് നിരവധിയോളം 100ഓളം അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്, MBA അഫിലിയേറ്റഡ് കോളേജുകൾ. അത് പല യൂണിവേഴ്സിറ്റികളുടെ കീഴിലാണ്. ചിലത് KTUവിൻ്റെ കീഴിലുണ്ട്, ചിലത് കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ അഫിലിയേറ്റഡ് ആയ കോളേജുകളുണ്ട്. ഇതുകൂടാണ്ട് അപൂർവമായിട്ട് ചില 2-3 ഓട്ടോണമസ് ക്യാമ്പസുകൾ MBA പ്രോഗ്രാം ഉള്ളതായിട്ട് കാണാൻ പറ്റും. യൂണിവേഴ്സിറ്റിയുടെ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് തന്നെ ഓട്ടോണമസ് ക്യാമ്പസുകൾ, അപ്പോൾ അങ്ങനെ നിരവധി കോളേജുകൾ നമുക്കുണ്ട്. അതിൽ MBA പ്രോഗ്രാമിൽ കാണാൻ പറ്റും. യൂണിവേഴ്സിറ്റിയുടെ ചില ഡിസ്റ്റൻസ് സെൻറ്റേഴ്സുകൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ അല്ലാണ്ട് പുറത്തുള്ള ചില സെൻറ്റേഴ്സുകളും കാണാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള MBA പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് MBA പ്രോഗ്രാമുകൾ കേരളത്തിൽ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ ഒരു ഫസ്റ്റ് 3 കാറ്റഗറിക്കാണ്. യൂണിവേഴ്സിറ്റി, അല്ല അഫിലിയേറ്റഡ് കോളേജ്, ഓട്ടോണമസ് കാറ്റഗറി കോളേജുകൾക്ക് ആയിരിക്കും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. ഈ കാറ്റഗറിയൊക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാം കൂടിയേ തീരൂ. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ CMAT CATും കഴിഞ്ഞു പോയതുകൊണ്ട് സെക്കൻഡ് KMAT എന്നുള്ളതാണ് ഏക ഒരു ചാൻസ്. സെക്കൻഡ് KMAT എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ മാസത്തിലാണ്. അപ്പം ജൂലൈ മാസത്തിലാണ്. കഴിഞ്ഞ വർഷമൊക്കെ ജൂലൈ മാസത്തിലൂടെയൊക്കെയാണ് നടന്നിരുന്നത്. എഗെയിൻ ഓഗസ്റ്റൊക്കെ ചില വർഷങ്ങൾ ഓഗസ്റ്റിൽ നടന്നിട്ടുണ്ട്. എന്തായാലും ജൂലൈ എന്ന ടെൻഡേറ്റീവ്ലി കാണാം. അപ്പോൾ ഇനി ഒരു 3 മാസത്തോളം നമ്മുടെ മുമ്പിലുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 3.5 മാസത്തോളം ഉണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ നല്ല സ്കോർ കിട്ടാമെന്നുള്ള പോസിബിലിറ്റി വളരെ അധികമുണ്ട്. സോ അടുത്ത സമയങ്ങൾ പ്രിപ്പറേഷൻ സമയമാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മുമ്പിലുള്ളത്. കാരണം ഒരു എൻട്രൻസ് എക്സാം ത്രൂ അഡ്മിഷൻ പ്രോസസ്സ് ആണെങ്കിൽ ദിസ് വിൽ ബി ദ ലാസ്റ്റ് ചാൻസ് ടു ഗെറ്റ് ക്വാളിഫൈഡ്. CMAT കഴിഞ്ഞു, CAT കഴിഞ്ഞു, ഫസ്റ്റ് KMAT കഴിഞ്ഞു. അപ്പം സെക്കൻഡ് KMAT ലാസ്റ്റ് ചാൻസ് ടു ഗെറ്റ് ക്വാളിഫൈഡ് ആണ് 2025 ഇൻ കേരളത്തിലെ അഡ്മിഷൻ്റെ കോണ്ടക്സ്റ്റിൽ. സോ അതിനുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ പറയുന്നത് 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. MBA ക്ലൗഡ് ത്രൂ തന്നെ നിങ്ങളോട് എപ്പോഴും ഉണ്ട്. സോ 3 കാര്യങ്ങൾ പറയുന്നു. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രിപ്പറേറ്ററി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 100ഓളം പ്രിപ്പറേറ്ററി വീഡിയോസ് തികച്ചും സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രിപ്പറേറ്ററി വീഡിയോസ് ചാനലുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം കോമൺ ആയിട്ടുള്ള 2-3 വർഷങ്ങളായിട്ട്, 4-5 വർഷങ്ങളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ്. ഏകദേശം ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ജനറൽ കോണ്ടക്സ്റ്റിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. അത് തീർച്ചയായിട്ടും കാണുക. പിന്നെ ഏതാണ് ചില ബുക്കുകൾ നിങ്ങൾക്ക് പലരും ചോദിക്കുന്നതാണ്, ഏതാണ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക? അപ്പോൾ 2-3 മാസത്തിലാണ് നിങ്ങൾക്ക് ബുക്കൊക്കെ വാങ്ങുന്നത് തെറ്റൊന്നുമില്ല.
സോ കഴിഞ്ഞ പ്രിപ്പറേറ്ററി സെഷനിൽ ഞാൻ ബുക്ക് വാങ്ങുന്നതിന് പറ്റി പറയാമായിരുന്നു. കാരണം ഞങ്ങൾ ഒരു മാസമൊക്കെ നമുക്ക് കുറേ കാര്യമായിട്ട് അതിനെപ്പറ്റി ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് 3 മാസത്തോളം ഉണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് ഒരു ബുക്ക് വാങ്ങുന്നത് തെറ്റൊന്നുമില്ല. കുറച്ച് ബുക്കുകൾ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് അല്ലെങ്കിൽ ടാഗ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രൊഡക്റ്റ് കാറ്റഗറി കാണാൻ പറ്റും. ഈ ബുക്കുകളൊക്കെ യൂസ്ഫുൾ ആണ്. ബേസിക്കലി MBA എൻട്രൻസ് സിമാറ്റ് ബുക്കുകളാണെങ്കിലും കുഴപ്പമില്ല. MBA എൻട്രൻസിൻ്റെ റിലേറ്റഡ് ആയ ഏതൊരു ബുക്കും ഇപ്പോൾ നാഷണൽ ലെവലിലാണ് ഇതിൽ കോൺടാക്ട് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കുകളൊക്കെ ആയിരിക്കും. കെമാറ്റിന് എക്സ്ക്ലൂസീവ് ബുക്കുകൾ അങ്ങനെ കുറവാണ് ഓൺലൈനിൽ കിട്ടാനായിട്ട്. ഇതൊക്കെ ഓൺലൈനിൽ ഈ ബുക്കുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഞാൻ ഇവിടെ ടാഗ് ചെയ്തിരിക്കുന്ന ബുക്കുകൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. സോ ബുക്കുകൾ കൂടിയുള്ള പ്രിപ്പറേഷൻ നല്ലൊരു മോഡാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ കെമാറ്റ് എക്സാം ചെയ്ത പോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കെമാറ്റ് ട്രെയിനിങ് മെമ്പർഷിപ്പ് പ്ലാനിലൂടെയുള്ള കെമാറ്റ് ട്രെയിനിങ്ങും നമുക്ക് ഈ വർഷം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. സോ എക്സാം സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇത്തവണ പ്ലാൻ ചെയ്യുന്നത്. സോ അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് പ്ലാൻ അവൈൽ ചെയ്യാനായിട്ട് യു ക്യാൻ യൂസ് ജോയിൻ ബട്ടൺ. ഓൾറെഡി മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും. നിങ്ങൾ പുതിയ മെമ്പർ ആണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കൂടാണ്ട് ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ചാനലിൽ, ജോയിൻ എന്നുള്ള ഓപ്ഷൻ. ഇത് ജോയിൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കെമാറ്റ് പ്രിപ്പറേറ്ററി വീഡിയോസുകൾ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് സെക്കൻഡ് കെമാറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോസ് എക്സ്ക്ലൂസീവ് ആയിട്ട് അയക്കാനുള്ള ഒരു മെമ്പർഷിപ്പ് പ്ലാനാണ് സംസാരിക്കുന്നത്. സോ ഓൾറെഡി മെമ്പർഷിപ്പ് പ്ലാനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻട്രി ലെവൽ മെമ്പർഷിപ്പ് പ്ലാനും ഒരു എൻട്രി പ്ലസ് കെമാറ്റ് 2025 ജൂൺ എഡിഷൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ദിസ് ഇസ് ബേസിക്കലി ഫോർ സെക്കൻഡ് കെമാറ്റിന് വേണ്ടി മാത്രമുള്ളൊരു പ്ലാനാണ്. നിങ്ങൾ സെക്കൻഡ് കെമാറ്റ് എഴുതുന്ന ആൾക്കാർ മാത്രം ഇതിൽ ഫോക്കസ് ചെയ്താൽ മതി. ഓൾറെഡി എൻട്രി ലെവൽ എടുത്ത ഫസ്റ്റ് കെമാറ്റൊക്കെ എഴുതിയ ആൾക്കാരുണ്ടാവും. അവർക്കുള്ള കണ്ടന്റുകൾ തീർച്ചയായിട്ടും ആ ലെവലിൽ കണ്ടന്റ് ചെയ്യുന്നതാണ്. സോ സെപ്പറേറ്റ് ആയിട്ടൊരു സെഗ്മെന്റ് സെക്കൻഡ് കെമാറ്റിന് വേണ്ടി കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ട്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യാനായിട്ട്, പ്രിപ്പറേറ്ററി സെഷൻസ് കൂടുതൽ ചെയ്യാനായിട്ട്, GK റിലേറ്റഡ് വീഡിയോസ് ചെയ്യാനായിട്ട്. സോ എക്സ്ക്ലൂസീവ് ഫോറം. സോ എൻട്രി പ്ലസ് കെമാറ്റ് 2025. സോ ദാറ്റ് ഇസ് എ പ്ലാൻ. അപ്പോൾ ഈ ഒരു പ്ലാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് കെമാറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു മന്ത്ലി 89 rupees പെർ മന്ത്. സോ ദാറ്റ് ഇസ് എ റിക്കറിംഗ് പ്ലാൻ. ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെക്കൻഡ് കെമാറ്റ് എക്സാമിൻ്റെ വീഡിയോസുകൾ അസസ് ചെയ്യാം. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ ഐഡിയ, സിമ്പിൾ പ്ലാൻ. ഇപ്പം ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ കുറച്ച് പേരൊക്കെ സെക്കൻഡ് കെമാറ്റ് എഴുതുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾ ഒരു എൻട്രി ലെവൽ പ്ലാൻ 59 പ്ലാനിൽ ജോയിൻ ചെയ്ത ആൾക്കാരാണ്, ഓൾറെഡി നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ സൈഡിൽ പേർക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി 59 മെമ്പർഷിപ്പിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 89 പേ ചെയ്യേണ്ടി വരത്തുണ്ടാകത്തില്ല. സോ അവർ ഓൾറെഡി അതിൻ്റെ യൂട്യൂബ് ഒരു കാൽക്കുലേഷൻ കാണിക്കും. ഓൾറെഡി നിങ്ങൾ 59 എത്ര ഡേയ്സ് സ്പെൻഡ് ചെയ്തോ അതിന് റിമൈനിങ് ഡേയ്സ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു റിമൈനിങ് എമൗണ്ട് മാത്രമേ ഫസ്റ്റ് മന്തിലേക്ക് പേ ചെയ്യേണ്ടി വരത്തുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം. സോ അപ്ഗ്രേഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് സെക്കൻഡ് കെമാറ്റ് എക്സാം എഴുതുന്ന ആൾക്കാരും ആണെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോസുകൾ നമുക്ക് എൻട്രി ലെവൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സെക്കൻഡ് കെമാറ്റ് എക്സാം എഴുതുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഓൾറെഡി എൻട്രി ലെവൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. സോ യു ക്യാൻ അപ്ഗ്രേഡ് ടു ദ നെക്സ്റ്റ് ലെവൽ. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ ഐഡിയ. നൗ എൻട്രി ലെവൽ ഫസ്റ്റ് കെമാറ്റ് എക്സാം എഴുതി എൻട്രി ലെവൽ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓൾറെഡി നമുക്ക് മെമ്പേഴ്സ് ഓൺലി എക്സ്ക്ലൂസീവ് GD പ്രിപ്പറേറ്ററി വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഹൗ ടു സെലക്ട് എ ബി സ്കൂൾസ് ചെയ്തിരുന്നു, നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് റെക്കമെൻഡ് ചെയ്യുന്ന ചില കോളേജസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില കോളേജസ്. സാധാരണ അങ്ങനത്തെ കോളേജുകൾ റാങ്കിങ് ഒക്കെ കുറച്ച് പാടാണ്. സ്റ്റിൽ സം ഓഫ് ദ കോളേജുകളെ പറ്റി നമ്മൾ കുറച്ച് വീഡിയോസുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസുകൾ ഇതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സ്റ്റുഡൻറ് ഡിമാൻഡ് എല്ലാ വർഷവും കാണുന്ന ചില കോളേജുകളെ ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വീഡിയോയിൽ ഹൗ ടു സെലക്ട് എ കോളേജ് എന്ന വീഡിയോയിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ആ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം മെമ്പേഴ്സ് ഓൺലി വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. സോ അഗെയിൻ ഫസ്റ്റ് കെമാറ്റ് എഴുതിയ ആൾക്കാർക്ക് അത്തരം വീഡിയോസ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നു. സോ ഈ പ്ലാനുകൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. സെക്കൻഡ് കെമാറ്റ് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ പ്ലാനുകളും ഈ വീഡിയോയും ഷെയർ ചെയ്യുക. So that will definitely help them to have a good preparation for the next exam. വീണ്ടും പ്രിപ്പറേറ്ററി വീഡിയോസുകളും ജനറൽ വീഡിയോസുകളും സെക്കൻഡ് കെമാറ്റ് ഫസ്റ്റ് കെമാറ്റ് എക്സാം എഴുതി ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസുകളും GD റിലേറ്റഡ് വീഡിയോസുകളും ജനറൽ മാനേജ്മെന്റ് കോൺടാക്ട്സ് ഉള്ള വീഡിയോസുകളായിട്ട് വീണ്ടും നമുക്ക് കാണാം. Till then all of you take care. Bye bye.